നീ ഇവിടെ സിറ്റിയിൽ വരുന്ന അങ്ങനല്ല, എന്തെല്ലാം ഉണ്ട് കാര്യങ്ങള് ഇങ്ങനെ പോന്ന് മൊത്തം പരിപാടിയല്ല. നിന്റെ നമ്പർ എന്റെ മിസ്സായി പോയി. ഞാനിങ്ങനെ നല്ല പോന്നോ. മിസ്സായി ഒന്ന് സെൻഡ് ചെയ്യോ? ഫുള്ള് ചാറ്റ് കൂട്ടിന്ന് തോന്നും. അല്ല അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, അടിച്ചോ കുഴപ്പമൊന്നുമില്ല. നീ രണ്ടടിയോ മൂന്നടിയോ എത്ര അടിച്ചു ഞാൻ കൊള്ളാം. കാഫിയായിട്ട് തന്നെ തൊട്ടിനെ പോലെ കോടലുമാനെ അടുത്ത് പുറത്തിടും. എങ്ങനെ അല്ലല്ല വിഷമൊന്നുമില്ല. ഞാൻ നിന്നൊക്കെ അങ്ങനെ മീൻസ് വരുന്നുണ്ട്. ഞാന് ഫ്ലാറ്റിംഗ് ഒന്നും ഇല്ല അറിയണ്ട്. അപ്പൊ ലയ, നമ്മൾ കൊറേ ആയല്ലോ കണ്ടിട്ട്. സത്യല്ലേ, നമ്മൾ കൊറേ ദിവസമായി കണ്ടിട്ട്. പക്ഷെ സത്യം ഒരു കാര്യം പറയട്ടെ, എനിക്ക് നല്ല വിഷമമുള്ള പോലെ തോന്നുന്നുണ്ട്. അന്ന് വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിട്ടാ. വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഞാൻ നിന്നോട് ഇങ്ങോട്ടോ ഞാൻ പറയാം. വാട്ടർ അറിയൂല. എന്റെ ഒരു ഇതാരാണ്? ഇതെന്താ ഇസ്മായില? അതാരാണ് ഇസ്മായില? പെങ്ങളെന്തിനാ മീര? ഇത് കുണ്ടനാ? ആട് കഴിഞ്ഞ കുടുംബ കുളം തോണ്ടട്ടെ. ഹലോ, കമോൺ ഇങ്ങോട്ട് വരും. എന്റെ ഒരു വിഷമം പറയാനാ. എനിക്ക് വിഷമം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങക്ക് ആ സിറ്റിയിൽ വരുന്ന തൊപ്പിക്കാരനായിട്ട് എന്താണ് പരിപാടി? തൊപ്പി എന്റെ ഫ്രണ്ടാ. നിങ്ങക്ക് ഓനാണോ വലുത് ഞാനാണോ വലുത്? നീ. ഓക്കെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടല്ലേ? അല്ല വേറൊരു കാര്യം ചോദിക്കാന്നില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഒരു 3-4 ദിവസം മുമ്പാന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം നിങ്ങക്ക് അറിയണ്ടാവുമല്ലോ. അപ്പൊ അവൾ എന്നെ ഒരു 2-3 പെമ്പിള്ളേരുടെ കൂടെ പൊക്കി മീൻസ് ഞാൻ ബീച്ചിലും പാർക്കിലും പോയ സമയത്ത് എന്ത് ചെയ്തു, ഇവള് വന്നു. അപ്പൊ ഇവളെന്നെ കൈയോടെ പൊക്കി. അതിന്റെ അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത അതിലൊന്ന് ചെറുതായിട്ടൊന്ന് കുടുങ്ങിപ്പോയി. അതാണ് എന്റെ വിഷമത്തിന്റെ കാരണം. എന്നെ വിളിക്കാൻ ഞാനാണ് ഞാൻ നിന്നെ വിളിക്കും. നിന്നെ ഞാൻ വന്നാ ആദ്യം ഞാൻ വിളിക്കുന്ന ആള് നീയാ. പക്ഷെ നീ ഫോൺ എടുക്കൂല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിവിടെ ഉണ്ടാവൂല, അതാ പിന്നെ പ്രശ്നം. നീ എന്നെ കുറച്ച് നേരത്തെ വരാൻ നോക്കട്ടാ. നിന്നെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യലുണ്ട്. പിന്നെ വള്ളിന്ന് ഊരാനാന്നോ? മൊത്തത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ, നീ ഉണ്ടെങ്കിൽ ഒരു രസാണ് മൊത്തത്തില്. ഏത് പക്ഷെ എന്റെ ലവർ താരന്നെയാന്ന് കേട്ടോ. ലവർ താരന്നെയാ. പക്ഷെ ഒരു സൈഡ് അല്ല, മീൻസ് സൈഡല്ല, അങ്ങനല്ല, അങ്ങനല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അതെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എവിടെയായിരുന്നു? ആര്? ഞാനോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ കുറെ കേസുകളിൽ പെട്ടിട്ടുണ്ട്. ഇതാരാന്ന്? ഇതല്ല ഉസ്മാന്റെ ഭാര്യ മേക്കലുള്ളു. ഉസ്മാന്റെ മകനെ ഇല്ലേ? ഇതാ മീരയുടെ ഭാര്യ. സോറി, പെങ്ങള്. ഇതാരാ? എന്റെ മടിയിലാരാ? ഉസ്മാനാ? നീ ഇറങ്ങിയ ലയവാണെ കളിക്കോ? നീ ഇറങ്ങിക്കോ. നീ എന്ത് 40 വയസ്സുള്ള മോനെ? ഇറങ്ങടാ മുതുക. ഹലോ, ഞാനാടി മീരടി. ലയൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേകത, ഒരു രസമാണ്. ഈ ഡയലോഗ് കണ്ണി കണ്ട എല്ലാ പെപ്പലോടും ബാധിക്കുന്ന കുറച്ച് വെറൈറ്റി കൂടി. ആരാ പറഞ്ഞ? വെറുതെ ഇതാക്കല്ലേ, കുടുംബം തുടർന്നോടല്ലേ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കുന്നത്. പ്രത്യേകം ചൂടായത് എന്തിനാന്നറിയോ? എന്തിനാ അറിയോ? ഇല്ല. നമ്മള് ആരോനോട് ലോയലല്ലാന്ന് പറഞ്ഞ ഞാൻ ബൈക്ക് എടുത്തോണ്ടല്ല. നമുക്ക് എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് ഞാൻ സിംഗിളാ, കമ്മിറ്റഡാവാൻ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാലേ മനസ്സിലില്ല. എല്ലാ പെൺപിള്ളേരുടെ അടുത്തും പോയിട്ട് സിംഗിളാണ് ഞാൻ,
എന്നെ നോക്കണ്ട, ഞാൻ കമ്മിറ്റഡ് ആവൂല അങ്ങനെ പറഞ്ഞാൽ ലേന്റെ അടുത്ത് പറയണ്ട. ബൈക്ക് എടുത്ത് നീ പറയണ്ട. ഇസ്മായിൽ ആടെ നിന്ന് കമ്മിറ്റഡ് ആണ്. ഓക്കെ ചോദിച്ചില്ലല്ലോ ഞാൻ. പറയാൻ പറഞ്ഞു. ആര്? ഇവന്മാരിപ്പോ സ്കൂളിൽ പോകാൻ തുടങ്ങിയേട്ടാ. ഇവന്മാരിപ്പോ സ്കൂളിൽ ചേർന്നു. ഈ കാഫി എന്തിനാ നിന്റെ മടിയിൽ ഇങ്ങനെ കേറി ഇരിക്കുന്നത്? അന്നെ ഒന്ന് മടിയിൽ ഇരുത്തോ? ഞാൻ ഇതുവരെ ആരും മടിയിൽ ഇരുന്നിട്ടില്ല. കാഫി ബ്രോ ഇറങ്ങിപ്പോയാലേ പറ്റുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇതാ എല്ലാരും ഇറങ്ങിപ്പോയി. അല്ല ഞാൻ ലോയലാണ്, എനിക്ക് ചെയ്യാൻ പറ്റൂല. അതിന്റെ പ്രശ്നമുണ്ട്, ഞാൻ ലോയലായി പോയി. എക്സോ നോക്കട്ടെ. അതെങ്ങനെ നിങ്ങളെ മേത്ത് കയറുന്ന അങ്ങനെ ഇടുമ്പോ? നോ എന്തിനാ മനസ്സിലായില്ല. എന്തിനാ കൊച്ചാപ്പിക്ക് റൈഡ് കൊടുക്ക. എന്തിനാ ഈ പറയുന്നത്? ഈസി കേറ്, ഹി ഡിസേർവ്സ് ബെറ്റർ. ആര്? ഉസ്മാനോ? തലയിലിട്ടും അതോ ലോകം റേഡിയെത്തിയ. എന്തിനാ നോ ഗേളോ? ലോയലാവാ. ലോയൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ഇതാരാ? ഹലോ ലയ. മർഡറൊക്കെ നടക്കുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ടോ? ആരാ മരിച്ചേ? നിങ്ങക്ക് ഇത് ഇഷ്ടാ? നിങ്ങക്ക് അല്ല പിന്നെ അല്ല, അത്രേ ഉള്ളൂ. നിങ്ങക്ക് ഇങ്ങനത്തെ നീ ഒരു സൈക്കോ ആണല്ലോ ലയ? അല്ല, പിന്നെന്താ? എനിക്കിത് നോർമലാ. എനിക്കിങ്ങനെ ബ്ലഡ് കാണണമെങ്കിൽ ഭയങ്കര ഇഷ്ടാ. അതെന്തിന്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയാ? ബോയ് ഫ്രണ്ടിന്റെ ചോര കാണണം. ഒരു ബോയ് ഫ്രണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ 1 ലിറ്റർ പുള്ളിയുടെ ബ്ലഡ് എനിക്ക് തരണം. എന്നാ അതിനൊരു ഐഡിയ ഉണ്ട്. എന്നെ വേണമെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് കണ്ടോ? അല്ല, അത് പറ്റില്ല. താരുണ്ടല്ലോ. സങ്കല്പിക്കാലോ. അങ്ങനെ സങ്കല്പിച്ചാ എനിക്ക് ചോര വേണ്ടി വരും. ചോര വരുമോ? തരാം. അങ്ങനെ ഉണ്ടോ? അത് വേണ്ട. എന്നാ വേണ്ട. താര വേണ്ട. എന്തൊക്കെയുണ്ട്? താര എവിടെ നിന്നിട്ട്? എങ്ങനെ? താര എവിടെ നിന്നിട്ട്? താര വന്ന് ഒരു 10-15 മിനിറ്റ് നിന്ന് അപ്പാട് പോയി. പോയോ? പോണ്ടാ പറഞ്ഞുവിടായിരുന്നു. പോണ്ടാന്ന് ഞാൻ പറഞ്ഞാലൊന്നും ഓള് കേക്കൂല. ഓക്ക് ഓളെ പറയാ ഞാനൊന്ന് ബ്രെയിൻ വാഷ് ചെയ്തോക്കട്ടെ. നിന്നെ പരിചയപ്പെടുത്തണ ഞാൻ വിചാരിച്ചു, പക്ഷെ ഓളുള്ള സമയത്ത് നീ വന്നിട്ടില്ല. അങ്ങനെ എന്നെങ്ങനെ അറിയാ? നിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോ വിളിക്കുന്നുണ്ട്.